അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിൽ നാം ഖത്മ് തീർക്കുകയും പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം, ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാനിൻ്റെ മുമ്പ് നാം തുടങ്ങി വെച്ച ഖത്മുൽ ഖുർആൻ സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ പറ്റിയതായ രൂപത്തിലുള്ള ചെറിയ ക്ലാസ് സൂറത്തുൽ അൻആമിൻ്റെ 136 ആയത്ത് മുതൽ നാം കഴിഞ്ഞ 70 ക്ലാസ്സിൽ 135 ആയത്ത് വരെയാണ് ഓതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلوا لله مما ذرأ من الحرث والأنعام وجعلوا لله مما ذرأ من الحرث والأنعام نصيبا فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم ساء ما يحكمون. കഴിഞ്ഞ 1-2 ക്ലാസ് നാം അപ്ലോഡ് ചെയ്തിരുന്നു. അത് അല്പം ആയത്തുകൾ വിട്ടിട്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും 135 ആയത്ത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ഫോളോ ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഷെയറുകളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ഈ റമദാനിൽ നാം ഖത്മ് തീർത്തതുപോലെ 2-3 മാസത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 4 മാസത്തിൻ്റെ ഇടയിലായിട്ട്, അല്ലെങ്കിൽ റമദാൻ ഇനി അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പം നമ്മൾ റമദാനിൽ ഖത്മ് തീർത്തതുപോലെ ഇനി റമദാൻ വരുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് 2 ഖത്മ് തീരുന്ന രൂപത്തിൽ ഒരു ക്ലാസ്സും കൂടി ആലോചിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഏകദേശം ഒരു 5 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഖത്മ് തീർക്കാം. അപ്പോൾ രണ്ടും ഏകദേശം ഒരു ദിവസം 2-3 പേജ് അല്ലെങ്കിൽ 4 പേജ് ഓതിയിട്ട് നമുക്ക് കൂടുതൽ വിശദീകരണമില്ലാതെ ഖത്മ് തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ആളുകൾ പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഖത്മ് തീർത്തതോടുകൂടെ കഴിഞ്ഞ റമദാനുകളിലൊന്നും ഖത്മ് തീർക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഇതൊരു വലിയ ഉപകാരമായി എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇനി വരുന്ന റമദാനിൻ്റെ മുമ്പ് 2 ഖത്മെങ്കിലും തീരുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ റമദാനിൽ ഒരു ഖത്മ്, അപ്പം അങ്ങനെ വർഷത്തിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 ഖത്മെങ്കിലും തീരുന്ന രൂപത്തിൽ ഉള്ള ഒരു ക്ലാസ്സും കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ആ ഒരു ക്ലാസ്സും കൂടി, അതുപോലെ തന്നെ ആ ഒരു ക്ലാസ്സിൻ്റെ കൂടെ ഓതുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഖത്മ് വളരെ സിമ്പിളായിട്ട് തീർക്കാൻ കഴിയും. എന്നാൽ പ്രയാസമില്ലാതെ ഏകദേശം ഒരു 4 പേജ് ദിവസം 4 പേജ് ഓതിയാൽ അപ്പോൾ നമുക്ക് ഖത്മ് തീർക്കാൻ കഴിയും. അപ്പോൾ അതിന് നിങ്ങളൊക്കെ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകളൊക്കെ കേൾക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ മറ്റൊരു ക്ലാസ്സും കൂടി ഉണ്ടാകും എന്ന് ആലോചിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ്
ഇതുവരെ തുടർന്നത് പോലെ തന്നെ വളരെ സാവകാശത്തിൽ തന്നെ നീങ്ങുകയും ചെയ്യും. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടിയും ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാവകാശം പാരായണം ചെയ്യുക, അതാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഏത് സമയത്ത് ഓതുമ്പോഴും പരമാവധി സാവകാശം തന്നെ ഓതുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒന്നുകൂടി നന്നാക്കി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നാക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പിടിച്ച് നീട്ടലല്ല, എവിടെയെങ്കിലും പിടിച്ച് മണിക്കലല്ല, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ പറയലല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക എന്നർത്ഥം. ഏത് കാര്യമാണെങ്കിലും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി എന്നാണല്ലോ. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക. പഠിക്കാൻ കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇബാദത്തുകളൊക്കെ ചെയ്യുക. അത് ഖുർആൻ പാരായണമായാലും മറ്റുള്ള ഇബാദത്തുകളൊക്കെ ആയാലും അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് അല്ലാഹു തആല കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ രൂപത്തിലൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല, അതിനുള്ള സാഹചര്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പരിശുദ്ധ റമളാൻ ശേഷമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരാഴ്ചത്തെ ഇടവേള ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പല നിലക്കും സപ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്കുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവിടൊക്കെ ഖബറിടം അല്ലാഹു തആല സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് بسم الله الرحمن الرحيم وجعلوا لله مما ذرأ من الحرث والأنعام والأنعام أي രണ്ടും പ്രത്യേകം തിരിയണം. والأنعام نصيبا തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിനെ നിർത്തേണ്ടത്. തൻവീൻ ഫത്ഹയുടെ കൂടെ തന്നെയാണ്. നസീബ് എന്ന് പറയരുത്. നസീബ അവിടെ നിർത്തുന്നില്ല എങ്കിൽ നസീബൻ ഫഖാലു ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم അവിടെ കണ്ടില്ലേ, ശുറകാഇഹിം അവിടെ മദ് വന്നു, നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നു, ഈ എന്ന് വന്നു. ശുറകാഇ അല്ലേ, ഹംസയാണ്. അത് ഹംസയാണ്. അതിൻ്റെ ഹംസയുടെ ചിഹ്നം എവിടെ വന്നാലും അത് ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് ഹംസ ഇ. അപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ മദ് മുത്തസ്ഖിലാണ്. ഇലാ ശുറകാഇഹിം സാഅ മാ യഹ്കുമൂൻ. അവിടെ മദ്ദക്ഷരം വന്നു. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഇവിടെ അലിഫാണ്. അവിടെ അലിഫ് വന്നു. അലിഫിന് ശേഷം വന്ന അക്ഷരം അ എന്നുള്ള ഹംസയാണ്. അപ്പോൾ അതേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുത്തസിലാണ്. ഇതും മദ് മുത്തസിലാണ്. എന്നുള്ള ഒറ്റ വാക്കാണ്. നമ്മുടെ ക്ലാസ് 3 പ്രാവശ്യം ഖത്ബ് തീരുന്ന രൂപത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ആയത്തുകളൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഓതി അത് ഖത്ബ് തീരുന്ന രൂപത്തിൽ
ആ 3 പ്രാവശ്യം തീരുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾക്ക് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാനും ഓതും. ആദ്യം ഒരു പ്രാവശ്യം ഓതും, പിന്നീട് അതൊന്നുകൂടി കവിൻ്റെ പരമാവധി വിശദീകരിച്ചുകൊണ്ട് ഓതും, പിന്നെ അവസാനമായിട്ട് ഒന്നുകൂടി ഓതുകയാണ്. ഇതാണ് നമ്മുടെ പതിവ്. അപ്പോൾ ആ ഒരു ക്ലാസ്സാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുപോയി എന്ന് കരുതിയിട്ട് വിട്ടുപോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി എന്ത് ചെയ്യുക, വീണ്ടും 3 പ്രാവശ്യമെങ്കിലും ഓതിയിട്ട് അത് ഖത്മ് തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. وَجَعَلُوا لِلَّهِ مِمَّا ذَرَأَ مِنَ الْحَرْثِ وَالْأَنْعَامِ نَصِيبًا فَقَالُوا هَذَا لِلَّهِ بِزَعْمِهِمْ وَهَذَا لِشُرَكَائِنَا فَمَا كَانَ لِشُرَكَائِهِمْ فَلَا يَصِلُ إِلَى اللَّهِ وَمَا كَانَ لِلَّهِ فَهُوَ يَصِلُ إِلَى شُرَكَائِهِمْ سَاءَ مَا يَحْكُمُونَ وَكَذَلِكَ زَيَّنَ لِكَثِيرٍ مِنَ الْمُشْرِكِينَ قَتْلَ أَوْلَادِهِمْ وَكَذَلِكَ زَيَّنَ لِكَثِيرٍ ഷദ്ദുള്ള മീമ് എപ്പോഴും മണിക്കേണ്ടതാണ്. ഷദ്ദുള്ള മീമ് നൂന്. زَيَّنَ لِكَثِيرٍ مِنَ الْمُشْرِكِينَ قَتْلَ أَوْلَادِهِمْ شُرَكَاؤُهُمْ. അവിടെ കണ്ടില്ലേ, ഒരു വാക്കാണ് ഷുറക്കാഉ. മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, അത് അതേ വാക്കിലാണ്. ഷുറക്കാഉഹും. وكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون. നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. നൂനിന് ഇവിടെ നൂനാണ്, നൂനിന് സുക്കൂൻ ചെയ്തു അല്ലേ. നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ നീട്ടുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവസാനം സുക്കൂനാണ് ചെയ്യേണ്ടത്. നൂൻ യഫ്തറൂന എന്നാണുള്ളത്. നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ ചെയ്യണം. യഫ്തറൂൻ. അത് നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ ഒരല്പം നീട്ടേണ്ടതുമാണ്. യഫ്തറൂറു എന്ന് പറഞ്ഞ് നീട്ടേണ്ടതാണ്. വമാ യഫ്തറൂൻ. അത് എവിടെ നിർത്തുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇവിടെ നിർത്തിയല്ലോ. വലൗ ശാഅ അല്ലാഹു മാ ഫഅലൂഹു. അവിടെ നിർത്തിയപ്പോൾ ഹാഇനാണ്, ഹാഇന് സുക്കൂൻ ചെയ്യണം. ഫഅലൂഹു എന്ന് പറയുന്നത് ഫഅലൂഹു. ഹാത്താവും ഈ ഹാ ഒക്കെ എന്ത് ചെയ്യണം, സുക്കൂൻ ചെയ്യണം നിർത്തുമ്പോൾ. ഹാത്തായി എങ്ങനെ വന്നാലും സുക്കൂനാണ് ചെയ്യേണ്ടത്. സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. ഇവിടെയും ഹ ആയാലും ഹാത്ത ആയാലും അവിടെ സുക്കൂൻ ചെയ്യണം. സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. ഹാത്താവ് ഏതായാലും സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. അല്ല, ഹ ഏതായാലും സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. ഹാത്താവും എന്ത് ചെയ്യണം, ഹ ആയിട്ട് മാറണം നിർത്തുമ്പോൾ. അപ്പം ഇവിടെ വലൗ ശാഅ അല്ലാഹു മാ ഫഅലൂഹു. അവിടെ ഹാഇന് സുക്കൂൻ ചെയ്തു. അതിന് തൊട്ട് മുമ്പ് വാവുണ്ട്, നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരം വാവായാലും അരിഫായാലും യ ആയാലും നീട്ടാനുള്ള ഏതക്ഷരം വന്നാലും അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ നീട്ടേണ്ടതാണ്. ഒന്നുകൂടെ. وكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون. وقالوا هذه أنعام وحرث حجر
وقالوا هذه أنعام. അവിടെ നിർത്തി. മീമിൻ്റെ അവിടെ നീട്ടാനൊന്നുമില്ല. അപ്പം മീമിന് സുക്കൂൻ ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ഐനാണ്. ഐൻ്റെ ഇടയിൽ പിന്നെ ഐനിൻ്റെയും മീമിൻ്റെയും ഇടയിൽ ഒരു അലിഫ് ഉണ്ട്, നീട്ടാനുള്ള അലിഫ് വന്നു. അപ്പം പിന്നെ അൻആം എന്ന് പറഞ്ഞ് നിർത്തേണ്ടതാണ്. അതിന് മുമ്പ് ഹാദിഹി അവിടെ മദ്ദുണ്ട്. മദ് അല്ലേ, യാ ഉണ്ട്. യാൻ്റെ പുറമെ ഒരു നീട്ടാനുള്ള മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നു, കണ്ടില്ലേ? ഹാദിഹി അവിടെ അ എന്ന് വന്നു. അത് അടുത്ത വാക്കിലാണ്. അടുത്ത വാക്കിലായതുകൊണ്ട് നേരത്തെ പറഞ്ഞ് മദ് മുത്തസിലാണ്. ഒരേ വാക്കിലാണെങ്കിൽ മദ് മുത്തസിലാണ്, അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുൻഫസിലാണ്. وقالوا هذه أنعام وحرث. وقالوا هذه أنعام وحرث. وقالوا هذه أنعام وحرث حجر. റോയിന് സുക്കൂന് നിർത്തുമ്പോഴാണ് പറഞ്ഞത്. ഇവിടെ നിർത്തുകയാണെങ്കിൽ റോയിന് സുക്കൂൻ ചെയ്യണം. അതിന് മുമ്പ് സുക്കൂനാണ്. അതിന് മുമ്പ് കസർ വരുന്ന സ്ഥലങ്ങളിൽ തർക്കീക്ക് ചെയ്യണം. ഹിജിർ എന്നല്ല, ഹിജിർ. وقالوا هذه أنعام وحرث حجر. وحرث حجر لا حجر لا നിർത്തുന്നില്ല എങ്കിൽ തൻവീനിൻ്റെ ശേഷം ലാം. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നിയമങ്ങൾ ഓരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പറയാം. നമ്മളൊക്കെ പറഞ്ഞതാണ്. وحرث حجر لا يطعمها حجر لا يطعمها إلا من نشاء بزعمهم وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه. لا يذكرون അവിടെ ഓതുമ്പോൾ നിർത്താതെ തോന്നുമ്പോൾ അവിടെ ഇടയിലുള്ളത് വസീലിൻ്റെ ഹംസയാണ്. വസീലിൻ്റെ ഹംസ കൂട്ടി വായിക്കുമ്പോൾ പറയുകയില്ല. നസ് എന്ന് പറയാ, ന ആ എന്ന് പറയില്ല. لا يذكرون اسم الله عليها കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ അലൈഹ എന്നാണുള്ളത്. ഒരു അലിഫ് ഉണ്ട് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം. പിന്നെയുള്ളത് വസീലിൻ ഹംസ, അത് ഏതായാലും കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. അതിന് ശേഷമുള്ളത് ഫ ആണ്. ഫാന് സുക്കൂനാണ്. അപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ നീട്ടുകയില്ല. ശേഷമുള്ളത് സുക്കൂനാണെങ്കിൽ അല്ലെങ്കിൽ ഷദ്ദുള്ള അക്ഷരമാണെങ്കിൽ ഈ നീട്ടാനുള്ള അക്ഷരം ഉപയോഗിക്കുകയില്ല. അലൈഹഫ്തി എന്ന് വായിക്കൂല. അലൈഹഫ്തിറാഅൻ അലൈഹി സയജ്സിഹിം ബിമാ കാനൂ യഫ്തറൂൻ. ഒന്നുകൂടെ. وقالوا هذه أنعام وحرث حجر لا يطعمها إلا من نشاء بزعمهم وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون. وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم.
وقالوا ما في بطون هذه الأنعام خالصة لي. തൻവീനിന് ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ അവിടെ മണിക്കാതെ നേരെ കൂട്ടി യോജിപ്പിക്കുക ചെയ്യാം. خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم. അവിടെ നിർത്തിയപ്പോൾ മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമായ യാ വന്നു. നീട്ടാനുള്ള അക്ഷരം ഏത് വന്നാലും നീട്ടും. ഇന്നഹു ഹകീം അവിടെ നിർത്തുകയാണെങ്കിൽ മീമിന് സുക്കൂൻ ചെയ്യും. തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നു. നിർത്തുമ്പോഴാണ് ഈ മദ് വരിക. ഈ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. قد خسر الذين قتلوا أولادهم سفها بغير علم. അവിടെ നീട്ടാനുള്ള അക്ഷരം വന്നു. അതിന് ശേഷം ആ എന്ന് വന്നത് അടുത്ത അക്ഷരത്തിലാണ്. മദ് മുൻഫസിലാണ്. الذين قتلوا أولادهم سفها بغير علم. സഫഹം തൻവീനിന്റെ ശേഷം ബ വന്നു. തൻവീനിന്റെ ശേഷം ബ വന്നാൽ അവിടെ ഒരു മീമ് കൊണ്ടുവരണം. സഫഹം ബിഗൈരി ഇൽം. سفها بغير علم وحرموا ما رزقهم الله افتراء على الله ما رزقهم الله എന്ന് കൂട്ടി വായിക്കണം. വസിലിൻ ഹംസ കൂട്ടി വായിക്കും. പിന്നെ കൂട്ടി വായിക്കുമ്പോൾ പറയുകയില്ല. ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. قد ضلوا وما كانوا مهتدين. قد ضلوا وما كانوا مهتدين. ونرى قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون هو അവിടെ നീട്ടണം. ചില ഹു എന്നത് ചില സ്ഥലങ്ങളിൽ നീട്ടാനുള്ള ചിഹ്നം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുകയില്ല. അല്ലേ? അത് ചിഹ്നം ഉണ്ടാകാനുള്ള കാരണം എന്താ? ശേഷമുള്ള അക്ഷരമോ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരമോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. രണ്ടാലൊരു സ്ഥലത്ത് ഹു എന്നതിൻ്റെ അല്ലെങ്കിൽ ഹി എന്നതിൻ്റെ തൊട്ട് മുമ്പോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല, സുക്കൂൻ ഇല്ലെങ്കിൽ നീട്ടും. ഇവിടെ ഉകുലു, അവിടെ ലാമാണ്, ലാമിന് സുക്കൂനില്ല. ശേഷമുള്ളത് വ എന്നുള്ള വസൈതൂൻ, അവിടെ വ എന്നുള്ളതാണ്, വാവിനും സുക്കൂനില്ല. അപ്പോൾ പിന്നെ ഹു എന്നുള്ളത് നീട്ടണം. ചില സ്ഥലങ്ങളിൽ ചിലപ്പം എന്ത് ചെയ്യും, വിരുദ്ധമായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ട്. ഒന്നാണോ ഇനി രണ്ടാണോ ഓർമ്മയില്ല, ഏതായാലും വേണ്ടില്ല. ഇതാണ് നിയമം. ഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം അല്ലെങ്കിൽ തൊട്ടു ശേഷമുള്ള അക്ഷരം അതിന് സുക്കൂൻ
ഉണ്ടെങ്കിൽ നീട്ടുകയില്ല, സുക്കൂൻ ഇല്ലെങ്കിൽ നീട്ടും. അപ്പോൾ ഉകുലുഹു ജസ്റ്റ് പറഞ്ഞത് മാത്രം. നമുക്കിപ്പോൾ സാധാരണ നമ്മളെ സംബന്ധിച്ച് ഹു എന്നതിൻ്റെ അല്ലെങ്കിൽ ഹു അല്ലെങ്കിൽ ഹി എന്നതിൻ്റെ പിന്നെ അതിന് നീട്ടാനുള്ള ചെറിയ ചിഹ്നമുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ നീട്ടണ്ട. നമ്മളെ സാധാരണ ഓതുന്ന പിന്നെ ഗൾഫ് നോട്ടുന്ന മുസാഫിലൊക്കെ ചിഹ്നമുണ്ടാവും, മറ്റേ മുസാഫിലുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും മുസാഫിൽ ഇല്ലെങ്കിൽ അതാണ് പിന്നെ പറഞ്ഞത്. അതിന് ചിഹ്നമുണ്ടായാലും ഇല്ലെങ്കിലും ആ നിയമം അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം തൊട്ടു ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല, സുക്കൂൻ ഇല്ലെങ്കിൽ നീട്ടും. ഉകുലുഹു വസ്സൈതൂന വറുമ്മാന മുതശാബിഹൻ വഗൈറ മുതശാബിഹ് وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين وآتوا حقه അവിടെ നിർത്താണെങ്കിൽ حقه നിർത്തുന്നില്ല എങ്കിൽ وآتوا حقه يوم حصاده അവിടെ കണ്ടില്ലേ ഹായിന് നീട്ടാനുണ്ട്. നിർത്തുമ്പോൾ അവിടെ നീട്ടുകയില്ല, നിർത്താതെ ഓതുകയാണെങ്കിൽ وآتوا حقه يوم حصاده ولا تسرفوا حصاده നിർത്തുമ്പോൾ നിർത്തുന്നില്ല എങ്കിൽ ഹി അത്ര നീട്ടുള്ളൂ. മദ്ദിൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ ആ വളഞ്ഞ ചിഹ്നമുണ്ടെങ്കിൽ ആ കൂടുതൽ നീട്ടുക, ഇല്ലെങ്കിൽ ഹസ്വാദിഹി എന്നല്ല ഹസ്വാദിഹി വലാ തുസ്രിഫു അവിടെ നിർത്തുമ്പോൾ അത്ര നീട്ടിയാൽ മതി. നിർത്തുന്നില്ല എങ്കിൽ വലാ തുസ്രിഫു, കാരണം അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. നിർത്തുമ്പോൾ പിന്നെ ആ ചിഹ്നം പരിഗണിക്കേണ്ടതില്ല, സാധാരണ വാവിൻ്റെ നീട്ടൽ നീട്ടിയാൽ മതി. വലാ തുസ്രിഫു നിർത്തുന്നില്ലെങ്കിൽ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിർബന്ധമായിട്ടും നമുക്ക് നിർത്തേണ്ട വിശുദ്ധ ഖുർആനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ ഒരു ശ്വാസത്തിൽ വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഒന്നതിന് തടസ്സമൊന്നുമില്ല. നിർത്താതെ ഇങ്ങനെ ഓതുകയാണെങ്കിലേ അങ്ങനെ ഓതാൻ കഴിയോ ഇല്ല എന്നുള്ളതല്ല, ഒരാളിങ്ങനെ ഓതുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല എന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ എങ്കിലും നല്ലത് ഓരോന്നിനും ഇന്ന സ്ഥലത്ത് നിർത്തലാണ് നല്ലത്, ഇന്ന സ്ഥലത്ത് നിർത്താതിരിക്കലാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പാലിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ ശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, എല്ലാ സ്ഥലങ്ങളിലും നിർത്തേണ്ടി വരും. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലേ ഓതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ അതിനാണ് ഇപ്പം എന്ത് ചെയ്യുക, നിർത്തേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വലാ തുസ്രിഫു ഇന്നഹു എന്ന് പറഞ്ഞ് നിർത്തരുത്. അപ്പോൾ ഇന്ന അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അവസാനം നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടതെന്ന് പറഞ്ഞു. വലാ തുസ്രിഫു എന്നാണ് നിർത്തേണ്ടത് നീട്ടാനുള്ള സ്ഥലങ്ങളിൽ. എന്നാൽ ഈ അങ്ങനെയല്ല. ഉള്ള സ്ഥലങ്ങളിൽ ഹാത്താ ഉള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ ആയിട്ട് മാറും, സുക്കൂനുള്ള ആയിട്ട് മാറും. ഇന്നഹു എന്ന് പറഞ്ഞ് നിർത്തരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه
كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين ومن الأنعام حمولة وفرشا തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്തുള്ള സ്ഥലങ്ങളിൽ വഫർഷ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. കുലൂ മിമ്മാ റസഖകുമുല്ലാഹു വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ശുദ്ധല്ല മീമാണ്, മണിക്കണം. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ثمانية أزواج നിർത്തി, ജീമിനെ സുക്കൂൻ ചെയ്തു. ثمانية أزواج من الضأن اثنين ثمانية أزواج من الضأن اثنين ومن المعز اثنين معز اثنين من الضأن اثنين ثمانية أزواج من الضأن اثنين ومن المعز اثنين. അവിടൊക്കെ മദ്ദലീന് വരുന്നുണ്ട് നിർത്തുമ്പോൾ. നൂന് സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന് യാ ആയിരിക്കണം. അതിന് മുമ്പ് ഫത്ഹ് ആണെങ്കിൽ മദ്ദലീന് വരും, ചെറിയൊരു നീട്ടല്. ومن المعز اثنين قل الذكرين حرم أم الأنثيين. നൂൻ സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ് മദ്ദലീന്. قل الذكرين അവിടെ الذكرين حرم أم الأنثيين حرم أم الأنثيين قل الذكرين حرم أم الأنثيين أما اشتملت عليه അമ്മ എന്നാണുള്ളത്. അതിന് ശേഷം വസലിൻ്റെ അംസയുണ്ട്. വസലിൻ്റെ അംസ എന്ന് പറഞ്ഞാൽ ആ ചിഹ്നമുള്ള ഒരു സ്വാദിൻ്റെ ചിഹ്നമുള്ള മേലെ സ്വാദിൻ്റെ അല്ലെങ്കിൽ ലൊമ്മ് പോലത്തെ ഒരു ചിഹ്നം അല്ലേ, അത് ലൊമ്മല്ല, സ്വാദാണ്. സ്വാദ് ചെറിയ സ്വാദിൻ്റെ ഒരു മുറിച്ച രൂപമാണ് അല്ലേ. അമ്മ എന്നാണുള്ളത്, നീട്ടാനുണ്ട്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു. അപ്പം അമ്മാഷ് എന്ന് പറയില്ല. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ നീട്ടാനുള്ള അക്ഷരം ഒഴിവാക്കിയിട്ടാണ്, ഇല്ലാത്തതുപോലെയാണ് വായിക്കേണ്ടത്. അമ്മ അവിടെ ശബ്ദുള്ള മീമാണ്, മണിക്കണം. അമ്മസ്തമലത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ നബ്ബിഊനി ബിഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. ഒന്നുകൂടെ. ثمانية أزواج من الضأن اثنين ومن المعز اثنين قل الذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين. ومن الإبل اثنين ومن البقر اثنين
قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين. നേരത്തെയുള്ള അതുപോലെയുള്ള ആയത്ത് തന്നെയാണ്. أم كنتم شهداء إذ وصاكم الله بهذا أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. ഒന്നുകൂടെ. ومن الإبل اثنين ومن البقر اثنين قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. ഒരായത്ത് കൂടി. قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به. അടക്കം നിർത്തുകയാണെങ്കിൽ ഔ ഫിസ്ഖൻ ഉഹിൽ എന്നുവല്ല ശബ്ദുള്ള അക്ഷരങ്ങളൊക്കെ നീ നിർത്തുമ്പോൾ ഒന്നുകൂടി പ്രസ് ചെയ്തുകൊണ്ട് നിർത്തുക. ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈർ. അവിടെ നിർത്തുമ്പം റായിന് തെർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. ലിഗൈരില്ലാഹി ബിഹി فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. بسم الله الرحمن الرحيم. وجعلوا لله مما ذرأ من الحرث والأنعام نصيبا فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله
وما كان لله فهو يصل إلى شركائهم ساء ما يحكمون. وكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون. وقالوا هذه أنعام وحرث حجر لا يطعمها إلا من نشاء بزعمهم وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون. وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم. قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. 8 أزواج من الضأن 2 ومن المعز 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين. ومن الإبل 2 ومن البقر 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد
فإن ربك غفور رحيم. صدق الله العلي العظيم. 136 മുതൽ 145 വരെ 10 ആയത്താണ് ഓതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീർക്കുക. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാം ഓതിയ ഖിറാഅത്ത് പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ, 1-2 ആളുകൾ ആണ്ടിൻ്റെ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വല്യമ്മയുടെ ഉപ്പയുടെ ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസവുമാണ്. ഇൻഷാ അല്ലാഹ് ഗൈബിൻ്റെ പരമാവധി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങളാൽ കഴിയുന്ന ഹദിയകളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫാത്തിയെങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്യണമെന്ന് നാം ഓതിയ ഈ ഖിറാഅത്ത് ഇതിൻ്റെയൊക്കെ മിസ്ല സവാബ് അവിടുത്തെ ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഹദിയ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു തടസ്സവുമില്ല. നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഹദറത്തിലേക്ക് അല്ലാഹു തആല ഇതിനൊക്കെ മിസ്ല സവാബ് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഞാനിതാ ഹദിയ ചെയ്യുന്നു എന്ന ആ ഒരു നിയ്യത്ത് നമ്മളൊക്കെ വെക്കുക. ഇൻഷാ അല്ലാഹ് ഗൈബിൻ്റെ പരമാവധി നിങ്ങളൊക്കെ ഹദിയ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു തആല സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനേ റബ്ബേ, അവരെയും ഞങ്ങളെയൊക്കെ ജനാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. കണ്ണെത്താൻ ദൂരത്തേക്ക് നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, സ്വർഗീയ അനുഭൂതി അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഖബറുകളാക്കി മാറ്റണ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, വല്ല അദാബും ഉണ്ടെങ്കിൽ അതൊക്കെ നീ ഉയർത്തിക്കളഞ്ഞ് അവർക്ക് നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ യോധിയ ഖിറാഅത്തിനെ അവരുടെ ഹദറത്തിലേക്ക് എത്തിച്ച് അവരുടെ ഖബറിലേക്ക് അവർക്ക് നീ ഈനാസായി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നീ ഈനാസായി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ തിരുസവിധത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെയൊക്കെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് റഹ്മാനെ റബ്ബെ നിൻ്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ഒരുപാട് പ്രയാസമുള്ള ഒരുപാട് ആളുകൾ പല നിലക്കും അതുപോലെ തന്നെ പല സന്തോഷങ്ങളും അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. സന്തോഷത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാ നിലക്കും നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുടെ റഹ്മാനെ റബ്ബെ, എല്ലാവിധ പ്രയാസങ്ങളൊക്കെ നീ നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളൊക്കെ ദുആ ചെയ്യുകയാണ്. ദുആ അത് മുഅ്മിനായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അതൊരു ആയുധമാണെന്ന് റഹ്മാനെ റബ്ബെ. ഞങ്ങൾ ദുആ ചെയ്യുകയാണ്, ഉത്തരം നിൻ്റെ ഭാഗത്തു നിന്നാണ് റഹ്മാനെ റബ്ബെ. നീ ഉത്തരം നൽകണം റഹ്മാനെ. നീ ഖൈറായത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നീ ഖൈറായത് ഞങ്ങൾക്ക് നീ എത്തിച്ച് നൽകണം റഹ്മാനെ. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അതൊക്കെ നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളുണ്ട് റഹ്മാനെ റബ്ബെ. പരിപൂർണമായിട്ടും നീ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്തും ദീർഘായുസും സിഹത്തും നീ ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് ആളുകൾ പ്രയാസമുള്ളവരുണ്ട്, തളർന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. നീ തളർത്തല്ല റഹ്മാനെ, നീ തളർത്തല്ല റഹ്മാനെ. നീ ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇബാദത്തിലായിക്കൊണ്ടുള്ളത് ഈ ജീവിതം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ദീനിന് വേണ്ടി ധാരാളം കാലം ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ്, ഈ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. നിനക്ക് നീ ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നല്ല റാഹത്തോടുകൂടെ, നല്ല ഉന്മേഷത്തോടുകൂടെ, നല്ല ലദ്ദത്തോടുകൂടെ ഇബാദത്തുകളൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ധാരാളമായിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഖത്മുകളൊക്കെ തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.